ഹായ്. അപ്പോൾ ഇന്ന് എന്താ വന്നേക്കുന്നതെന്നോ, നമ്മൾ കഴിഞ്ഞ ദിവസമേ നമ്മൾ കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈകളൊക്കെ കിട്ടിയിട്ട് നമ്മൾ നട്ടിട്ടില്ലായിരുന്നോ, അത് കുറച്ച് ബക്കറ്റിൽ. അപ്പോൾ അങ്ങനെ നട്ട നമ്മുടെ തക്കാളി തൈയൊക്കെ നല്ല ഉഷാറായി കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം അതിന് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കണം. അപ്പം നമുക്ക് ആ ഒരാഴ്ച ആയ നമ്മുടെ തക്കാളി തൈയുടെ വളർച്ചയെ അതുപോലെ ഞാൻ ഇത്ര വളങ്ങളും കൊടുക്കുന്നുണ്ട്. ആ വളം എന്താണെന്നും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തക്കാളി തൈ. എന്താ നല്ല രീതിയിൽ ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരാഴ്ചയായി കേട്ടോ. അപ്പോൾ വേരൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ നട്ട സമയത്ത് ഞാൻ വളം എന്ന് പറയാൻ ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മെയിനായിട്ട് ഞാൻ അതായത് അതായത് കരിയിലയ്ക്ക് പകരമായിട്ട് ഇതിന് അടിയിൽ നമുക്ക് മണ്ണ് കുറച്ചിട്ട് ഞാനൊരു സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ കണ്ടവർക്കറിയാം അതെന്താ ഞാൻ ഇട്ട് കൊടുത്തതെന്നൊക്കെ. ഒരു അരഭാഗം ഞാൻ അത് ഇട്ട് കൊടുത്തതിന് ശേഷം കേട്ടോ ഞാൻ ഈ മണ്ണൊക്കെ നിറച്ച് കൊടുത്തത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതാ നമ്മുടെ മഴയാണേലും അത്യാവശ്യം നല്ല ഉഷാറിൽ നമ്മുടെ തക്കാളി തൈയൊക്കെ കണ്ടില്ലേ വളർന്നിരിക്കുന്നത്. നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ മണ്ണൊക്കെ നിറച്ചിട്ട് അങ്ങ് നട്ടു കൊടുത്താണ് കേട്ടോ. അപ്പം നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ കീടശല്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കണ്ടും ചെറിയ ചെറിയ എന്താണ് ജൈവ കീടനാശിനിയൊക്കെ ചെയ്യുക. അതുപോലെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വളങ്ങളും കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വളമാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ പോട്ടി മിക്സ് ആണ്. ഈ ഒരു പോട്ടി മിക്സ് ഇതിനകത്താണെങ്കിൽ എല്ലുപൊടിയുണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്, അതുപോലെ തന്നെ ചാണകപ്പൊടിയുണ്ട്, പിന്നെ കടലപ്പിണ്ണാക്കും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൂടെ മിക്സാക്കിയ നമ്മുടെ പോട്ടി മിക്സാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച്, അതായത് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ, അതായത് പുല്ലൊന്നും വളരാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ കളകളൊക്കെ പറിച്ച് കളയണം കേട്ടോ. കുഞ്ഞു കുഞ്ഞു കളകളൊക്കെ ഉണ്ടാകുന്നതിന് അതൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞേച്ച് ഇതേപോലെ നമുക്കിതിൽ ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം. ദൂരെ നിന്ന് ചുവട്ടിൽ വേരൊന്നും ഇളകി പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെതാ ഈ ഒരു സംഭവം കാരണം നട്ടപ്പം ഞാൻ ഒത്തിരി വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വളമായിട്ട് ചാണകപ്പൊടിയേ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. വെച്ചാൽ മഴയായതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങനെ വാരി നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്താൽ കുറേയൊക്കെ ഒഴുകി പോകുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് വേര് പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. എന്നുണ്ടോ നമ്മുടെ മണ്ണൊക്കെ ആണെങ്കിലും അങ്ങനെ ഉറച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടല്ല നല്ല ഇളകി തന്നെയാണ് മണ്ണിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ചോട്ടിലെ പുല്ലൊക്കെ പറിച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരമൊക്കെ മണ്ണ് ഇങ്ങനെ കുറേശ്ശെ ഇളക്കി ഇടുന്നത് കൊണ്ട് അങ്ങനെ മണ്ണ് ഉറച്ച് പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇത്രയൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്താലേ, ഇപ്പം മഴയത്തായതുകൊണ്ട് നമുക്കിങ്ങനെ കായൊന്നുമില്ല. നല്ല മഴയൊക്കെ ആണെങ്കിൽ കായ് പിടിച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പം കായൊക്കെ ചീഞ്ഞൊക്കെ പോകുമല്ലേ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉഷാറായി വന്ന് മഴയൊക്കെ കുറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല തക്കാളിയൊക്കെ പറിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയാലൊരു കുഞ്ഞു തൈ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലും നമുക്ക് എന്താ പറയണ്ടേ പോകാതെ കിട്ടിയതുണ്ടോ. ഉള്ളിലൊരു കുഞ്ഞു തൈയായിരുന്നു. അപ്പോൾ ഇത് പറിച്ച് നട്ടപ്പോൾ അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് നമുക്ക് ഉഷാറായി കിട്ടിയിട്ടോ. അപ്പം നമുക്ക് സൂഡോമോണസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നടുന്ന സമയത്ത് കുറച്ച് സൂഡോമോണസും കൂടെ ഒന്നെങ്കിൽ കലക്കി ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സൂഡോമോണസ് തീർന്നു പോയായിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി ഇനിയാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്കിതിൽ ചുവട്ടിലേ, അതായത് വേര് ചീഞ്ഞ് പോകാതെയും അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കുന്നൊക്കെ. അപ്പം നമുക്കിത് ഇത്രയുടെ മുന്നേ ഈ തൈകൾ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഓണത്തിനേക്കൊക്കെ വിളവെടുക്കാമായിരുന്നു. പക്ഷെ താമസിച്ചു പോയതുകൊണ്ട് സാരമില്ല. നമുക്ക് ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഡെയിലി നമുക്ക് അത്യാവശ്യം കറികളൊക്കെ വെക്കാനും നമുക്ക് തക്കാളി അത്യാവശ്യമാണല്ലോ. അപ്പം നമുക്ക് എപ്പോഴാണേലും നമുക്കിതുപോലെ നട്ടു കൊടുക്കുക. ഈസി ആയിട്ട് ഇതുപോലെ ഉഷാറാക്കി എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അധികം വളങ്ങളൊന്നും നമ്മൾ നടുന്ന സമയത്ത് ഇട്ട് കൊടുത്തില്ലെങ്കിലും പിന്നെ നമ്മൾ കുറേശ്ശെ ആഴ്ചയിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മണ്ണിളക്കുക. എന്നിട്ട് ഇതുപോലുള്ള കുഞ്ഞ് അത് ഈ പോട്ടി മിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് എല്ലാ വളങ്ങളും ഉണ്ട്. അതുപോലെ ചകിരിച്ചോറും ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ അതിന് വേണ്ട എന്താണ് അത്യാവശ്യം വേണ്ട എല്ലാ മൂലകങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം അതൊക്കെ മതി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ തക്കാളി നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാം കേട്ടോ. അപ്പം മുന്നേ നമ്മൾ അതായത് ഇതുപോലുള്ള ബക്കറ്റിൽ നട്ട വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അതുപോലെയൊക്കെ ട്രൈ ചെയ്യുക. ഇതുപോലെ നമുക്ക് ഉഷാറാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ.